ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന് സാക്ഷ്യം വഹിച്ചു. കൃത്യമായിട്ട് പറഞ്ഞാൽ 94-ാമത്തെ ശ്ലോകം, ജഗത ഭരിയ ലോകബലെ ഹരി ഹരി സൈക്ഷണേ ഗൗരകൃഷ്ണ ഭൂമി അവതരി. ലോകം മുഴുവൻ അപ്രകാരം ഹരിനാമം ഉച്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗൗരഹരിയുടെ രൂപത്തിൽ കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചു. അതിനുശേഷം മഹാപ്രഭുവിന്റെ അവതാരത്തിന് ശേഷമുള്ള വീട്ടിലെ സംഭവങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അദ്വൈതാചാര്യൻ 99-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അദ്വൈതാചാര്യൻ ശാന്തിപുരത്തെ സ്വഭവനത്തിൽ ആനന്ദഭാവത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. ഇപ്പോ അദ്വൈതാചാര്യരും ഹരിദാസ് ഠാക്കൂറും അവര് ശാന്തിപുരത്തിലായിരുന്നു. ശാന്തിപുരം മായപ്പൂരും തമ്മിലൊരു 10 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും. പക്ഷേ 10 അതിൽ കൂടുതലും ഉണ്ടാവും, മേ ബി 10 to 15 കിലോമീറ്റേഴ്സ്. എന്നിരുന്നാലും അവർക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചു ചൈതന്യ മഹാപ്രഭു അവതരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഇതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര കാലത്ത് പ്രകൃതിയിൽ വന്ന മാറ്റങ്ങളും അതുപോലെ നക്ഷത്രങ്ങള്, താരാഗണങ്ങൾ, ഓരോ ഗ്രഹനിലകള് എല്ലാം സ്വാഭാവികമായിട്ട് ഏറ്റവും ഉന്നതമായ, ഏറ്റവും മംഗളകരമായ സ്ഥാനങ്ങളിൽ സ്വയം അവരെ തന്നെ പ്രതിഷ്ഠിച്ചു. അതേപോലെ ജീവജാലങ്ങളായാലും നദികൾ എല്ലാം ഒരു പെർഫെക്റ്റായി ഭഗവാനെ വരവേൽക്കാനുള്ളൊരു സന്തോഷമയമായ ഒരു അവസ്ഥയിൽ എല്ലാവരും സ്വയം നിലകൊണ്ടു. അതേ സംഭവം നമുക്കിവിടെ ചൈതന്യ ലീലയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോകത്തില് കലിയുഗമായാൽ പോലും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ആത്യന്തിക പരിഹാരം എന്നുള്ളത് ഭഗവാന്റെ അവതാരമായിരിക്കും, അല്ലെ? ഭഗവാൻ വരുന്നത് വരെ പ്രശ്നങ്ങൾക്കൊന്നും, നമുക്ക് താൽക്കാലികമായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥ പരിഹാരം, യഥാർത്ഥത്തിലുള്ള ഒരു എല്ലാം പെർഫെക്റ്റായി നിൽക്കണമെങ്കിൽ ഭഗവാൻ അവതരിച്ചേ മതിയാകൂ. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, സൂര്യ അസ്തമയത്തിന് ശേഷമാണ് ഭഗവാൻ അവതരിക്കുന്നത്. എങ്ങനെയാണോ ഇരുട്ടില് ചന്ദ്രന് പ്രഭ വ്യക്തമായിട്ട് തെളിയുന്നത്, എങ്ങനെയാണോ ഒരു വജ്രം, ഒരു ഡയമണ്ട്, അത് വന്നിട്ട് ഒരു കറുത്ത അല്ലെങ്കിൽ ഒരു ഇരുണ്ട പ്രതലത്തിന് മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ വെളിച്ചം നല്ല രീതിയിൽ അറിയാൻ സാധിക്കും, അല്ലെ? നമ്മൾ ഈ ജ്വല്ലറിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ചെപ്പിനകത്തായിരിക്കും വെച്ച് തരിക ഈ ജുവൽസ് ഒക്കെ, അല്ലെ? മോതിരങ്ങളാണെങ്കിലും രത്നമാണെങ്കിലും ഒക്കെ. അപ്പൊ അതിന് പുറകിൽ വെൽവെറ്റ് കളർ ഇട്ടിട്ടുണ്ടാവും, വെൽവെറ്റ് ഒരു ക്ലോത്ത് ഓർ വട്ടവർ ഇട്ടിട്ടുണ്ടാവും. അത് യൂഷ്വലി ഡാർക്ക് കളർ ആയിരിക്കും, അല്ലെ? വൈറ്റ് ഒക്കെ സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല, ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് മേ ബി, ബട്ട് യൂഷ്വലി ഒരു ഡാർക്ക്, ഒരു വയലറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്, മെറൂൺ റെഡ്, അങ്ങനെയൊക്കെ. മെറൂൺ റെഡ് അതുപോലെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ജ്വല്ലറീസിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ അത് സാധിക്കും. അപ്പൊ ആ പശ്ചാത്തലത്തിലായിരിക്കും ഈ രത്നത്തിന്റെ മാറ്റ്, അതിന്റെ തിളക്കം വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കുക. അതേപോലെ തന്നെ കലിയുടെ ഇരുണ്ട ഒരു പശ്ചാത്തലത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ സ്വർണ്ണ നിറം, അവിടെ സ്വർണ്ണ നിറത്തിലുള്ള ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്ന സമയത്ത് ആ ഒരു വെളിച്ചം, ആ ഒരു കോൺട്രാസ്റ്റ് വളരെ ഭംഗിയായിട്ട് അറിയാൻ സാധിക്കും, റൈറ്റ്? നമുക്ക് കാണാൻ സാധിക്കും കലിയുഗത്തിൽ രണ്ട് കാര്യങ്ങൾ സമാന്തരമായിട്ട് സംഭവിക്കും. ഒരു ഭാഗത്ത് ഈ പറയുന്ന പാപജീവിതത്തിന്റെയും അതിന്റെ പ്രതികരണങ്ങളുടെയും ഒക്കെ എഫക്റ്റ് നമുക്ക് കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലൊന്നും നോക്കണ്ട, പത്രം എടുക്കുകയോ അല്ലെങ്കിൽ
യൂട്യൂബിൽ നോക്കുകയോ ചെയ്താൽ മതി, നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അധപ്പതനമാണ്. ഒരു ഭാഗത്ത് അത് സംഭവിക്കുന്നു, മറുഭാഗത്ത് ആ പശ്ചാത്തല അതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നടക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു രത്നം പോലെ, ഒരു തിളങ്ങുന്ന സ്വർണം പോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം, ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം തിളങ്ങി നിൽക്കണം. റൈറ്റ്? അത് നമ്മുടെ ഒരു ദൗത്യമാണ്. ഓരോരോ സ്ഥലങ്ങളിലും അവിടെ ഈ ഒരു പ്രകാശം, കൃഷ്ണഭക്തിയുടെ പ്രകാശം പരത്താൻ വേണ്ടി അവിടുത്തെ ഭക്തന്മാരെ ചൈതന്യ മഹാപ്രഭു നിയോഗിച്ചിരിക്കുകയാണ്. നമ്മളെക്കാട്ടിലും യോഗ്യരായിട്ടുള്ള പല വ്യക്തികളും ഈ നാട്ടിൽ തന്നെ ഉണ്ട്, ഇല്ലേ? നമ്മുടെ നാടുകൾ എടുത്തു നോക്കിയാൽ നമ്മളെക്കാട്ടിലും സൽസ്വഭാവികളും, അതുപോലെ നമ്മളെക്കാട്ടിലും ആ, എന്താ പറയുക, പെരുമാറാൻ, എങ്ങനെയാണ് ഒരു വ്യവഹാരം ലോകത്തിൽ ചെയ്യേണ്ടതെന്നുള്ളതും, അറിവിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് ചെയ്യാൻ കഴിവിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളെക്കാട്ടിലും യോഗ്യരായ വ്യക്തികൾ ഈ നാട്ടിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. ശരിയാണോ? യെസ് 100% അല്ലേ? യെസ് തീർച്ചയായിട്ടും പ്രഭു, ഉണ്ട്. തീർച്ചയായിട്ടും. എന്നിരുന്നാലും ഒരുപക്ഷെ അവരെക്കാളും കുറച്ചു മുൻപിൽ നമുക്ക് ഈ നിയോഗം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കൃഷ്ണാവബോധ പ്രസ്ഥാനം സ്വീകരിക്കാനും, ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ സ്വീകരിക്കാനും, ചൈതന്യ ചരിതാമൃതം പഠിക്കാനും, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒരുപക്ഷെ ആ ക്യൂവിൽ നമ്മളെ കുറച്ചു നേരത്തെ, മറ്റുള്ളവരെക്കാട്ടിലും കുറച്ചു നേരത്തെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ആ നന്ദി നമുക്ക് എപ്പോഴും ഉണ്ടാവണം, അല്ലേ? അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും. പലപ്പോഴും ആ സ്വീകരിക്കുന്ന വ്യക്തികൾ നമ്മളെക്കാട്ടിലും യോഗ്യരായിരിക്കും. അവർ ഈ പ്രസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മളെക്കാളും നല്ല രീതിയിൽ അവർ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുകയും അവരെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്, നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ റീച്ച് ചെയ്യുന്നു, കൃഷ്ണാവബോധം പങ്കിടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു കോൺഡിസെൻഡിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. കോൺഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലും മറ്റുള്ളവർ താഴെയും, ഇല്ലേ? ഈ ദാനം ചെയ്യുമ്പോൾ കൊടുക്കുന്നവന്റെ കൈ എപ്പോഴും മുകളിലായിരിക്കും, സ്വീകരിക്കുന്ന ആളുടെ കൈ താഴെയായിരിക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കരുത്, നമ്മൾ പ്രീച്ചേഴ്സ് ആണ്, നമ്മൾ കൊടുക്കുന്നവരാണ്, നമ്മളെന്തോ ഉയർന്ന സ്ഥിതിയിലാണെന്ന് വിചാരിക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുകയാണ്, റൈറ്റ്? ഒരിക്കല് ഹിസോണസ് രാധാനാഥ് സ്വാമി മഹാരാജ് പറഞ്ഞു, വി ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് വി ആർ ബെറ്റർ ദാൻ അതേഴ്സ്. നമ്മൾ ഭക്തന്മാരാണെന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെക്കാട്ടിലും മെച്ചപ്പെട്ടവരാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. എന്താണ് നമുക്ക് ചിന്തിക്കാൻ യോഗ്യതയുള്ളത്? അതാ പറഞ്ഞു, വി ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് വി ആർ ബെറ്റർ ദാൻ അതേഴ്സ്, ബട്ട് വി ക്യാൻ തിങ്ക് ദാറ്റ് വി ആർ മോർ ഫോർച്യുനേറ്റ് ദാൻ അതേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവരെക്കാട്ടിലും നമ്മൾ കേമന്മാരാണെന്നോ മെച്ചമാണെന്നോ നമുക്ക് ചിന്തിക്കാനുള്ള അർഹത ഇല്ല. പക്ഷെ അതേസമയം ഈ തരുണത്തിൽ, ഈ നിമിഷത്തിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റു പല വ്യക്തികളെക്കാട്ടിലും കൂടുതൽ ഭാഗ്യം ചെയ്തവരാണ്, ഭാഗ്യവാന്മാരാണ്. ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ആ സൗഭാഗ്യം അഹങ്കരിക്കാൻ വേണ്ടിയുള്ളതല്ല, അത് പങ്കിടാൻ വേണ്ടിയുള്ളതാണ്. റൈറ്റ്? വി ആർ മോർ ഫോർച്യുനേറ്റ് ബട്ട് വി ആർ നോട്ട് ബെറ്റർ. ശരിയല്ലേ? യെസ് പ്രഭു, കറക്റ്റ്. ഒരു ആ ഉണർവ് എപ്പോഴും വേണം പ്രഭു നമുക്ക്. ശരിയാ, ആ എന്താ? ഉണർവ് കേട്ടില്ല. നമുക്ക് ആ ഭാഗ്യമുണ്ട്, പക്ഷെ നമ്മൾ ആരെക്കാളും നമ്മൾ മെച്ചമല്ല, റൈറ്റ്? ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ, ഹനുമാൻ ഒരു പ്രാവശ്യം നമ്മുടെ ഈ സമയത്ത് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നു, സീതാദേവിയെ തേടി പോകുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്നു, ഇത് ഈ മോതിരം എൻ്റെ മോതിരമാണ്, ഇത് സീതാദേവിക്ക് കൊടുക്കുക.
ആ അടയാളം വെച്ച് സീതാദേവി അത് മനസ്സിലാക്കിക്കോളും, ഇല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാനരൻ പെട്ടെന്ന് ലങ്കയിലേക്ക് വരുന്നു, എന്നിട്ട് പറയുന്നു ഞാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാദേവിക്ക് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ അത്? ഇല്ല. ഇല്ല. പ്രത്യേകിച്ചും കാര്യമില്ല. എന്തുകൊണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ സീതാദേവി ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി വിശ്വസിക്കാവുന്ന കാര്യങ്ങളെ വിശ്വസിക്കുള്ളൂ. ആ അതുകൊണ്ട് സാഹചര്യം അതായത് കൊണ്ടല്ലേ? ഉം? ആ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം രാവണന്റെ മായയില് ഉള്ള ആളായിരിക്കുന്ന സംശയം. അത് തന്നെ ശരി ഉത്തരം. കറക്റ്റ്. ആക്ച്വലി ആ ഉത്തരവാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സീതാദേവി എവിടെയാണുള്ളത്? ലങ്കയിലാണുള്ളത്, അല്ലെ? അവിടെ രാവണന്റെ താവളമാണ്. അവിടെ രാവണനുണ്ട്, ഇന്ദ്രജിത്ത്, മേഘനാഥനുണ്ട്. ഇവരൊക്കെ മായാജാലത്തിന്റെ ഉസ്താദുകളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാനരൻ വന്നു കഴിഞ്ഞാൽ അവിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ത് ചെയ്തു? ഈ മോതിരം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നു. നമുക്ക് ആ ചരിത്രം അറിയാം. അവസാനം അശോകവാടിക, പല സ്ഥലങ്ങളിലും സീതാദേവിയെ തേടുന്നു. രാവണന്റെ കൊട്ടാരത്തിനകത്ത് അന്തപുരത്തിൽ തേടുന്നു. പിന്നെയാണ് ഹനുമാൻ വിചാരിച്ചത് ഇവിടെ സീതാദേവി ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല. കാര്യം അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീതാദേവി പ്രാണൻ വെടിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ലങ്കാനഗരം മുഴുവൻ തേടി, ആ സിറ്റി ഏരിയ ഒക്കെ തേടി കിട്ടിയില്ല. അവസാനം കണ്ടെത്തിയത് അശോകവാടിക. അവിടെ ഒരു വലിയ ഗാർഡൻ ഉണ്ട്, ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. സോ അവിടെ പോയ സമയത്ത് അവിടെ സീതാദേവിയെ ഒരു മരച്ചുവട്ടില്, അല്ലെ, അശോകവനിയിൽ സീതാദേവി അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഹനുമാൻ ആദ്യം രാമകീർത്തനം പാടുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഗുണഗണങ്ങൾ പാടുന്നു. ഭഗവാന്റെ നാമം, രാമനാമം ജപിക്കുന്നു. റൈറ്റ്? രാമ 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 എന്ന് ജപിക്കുന്നു. ജപിക്കുന്ന സമയത്ത് ആ രാമനാമ ജപത്തിന്റെ ഒരു പരിശുദ്ധി, വളരെ ആത്മാർത്ഥമായ ജപമാണ്. അത് സീതാദേവിയുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട്. ആദ്യം അത് കണ്ട സമയത്ത്, അത് കേട്ട സമയത്ത് സീതാദേവിക്ക് മനസ്സിലായി ഇത് ഒരു മായാ ജീവിയല്ല. ഒരിക്കലും ഒരു രാവണനോ ഒരു ഇന്ദ്രജിത്തിനോ ഇത്രയും ആത്മാർത്ഥമായിട്ട് രാമനാമം ജപിക്കാൻ സാധിക്കില്ല. ആ നാമത്തിന്റെ ജപത്തിലൊരു എന്താ പറയുക, ഒരു പ്യൂരിറ്റി, ഒരു ഓത്തന്റിസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട സമയത്ത്, അത് കേട്ട സമയത്ത് സീതാദേവി ഇതാരാണെന്ന് പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നോക്കും. അവസാനം മരത്തിന് മുകളിൽ തൂങ്ങി നിന്ന് പറയും, ഇത് ഞാനാണ്, തവദാസോഹം എന്ന് പറയും. അങ്ങയുടെ ദാസനാണ് ഞാൻ, ശ്രീരാമചന്ദ്രന്റെ ദൂതനായിട്ട് വന്നിരിക്കുകയാണ്, ശ്രീരാമദൂതനായിട്ട് വന്നിരിക്കുകയാണെന്ന് പറയും. അവസാനം എന്ത് ചെയ്യും? ഞാൻ വിശ്വസിക്കില്ല, എങ്ങനെ എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീരാമന്റെ ലീലകൾ കുറെ പറയും. അപ്പൊ പറയും, ഇത് ശ്രീരാമന്റെ ലീലകൾ പറയുന്നു എന്നുകൊണ്ട് മാത്രം താങ്കള് ഒരു സതുദ്ദേശത്തോടെ വന്നവനായിരിക്കണമെന്നില്ല. കാരണം എന്താണ്? ഞാൻ ഇവിടേക്ക് വരാനുള്ള സാഹചര്യം തന്നെ രാവണന്റെ ബന്ധുവായ അമ്മാവന്റെ സ്ഥാനത്തുള്ള മാരീചൻ, ആ മാരീചനും എന്ത് ചെയ്തു? രാമന്റെ നാമം ജപിച്ചിട്ടാണ് എന്നെ എന്താണ് രാമ, അതായത് സോറി, ഹാ ലക്ഷ്മണ എന്നൊക്കെ വിളിച്ചിട്ടാണ്, ഹാ സീത, ഹാ ലക്ഷ്മണ, റൈറ്റ്? അപ്പോ മാരീചനാണ് എന്നെ ട്രാപ്പ് ചെയ്തത്. അതുകൊണ്ട് കാണുന്നവരെല്ലാവരും ഭക്തന്മാരല്ല. അതുകൊണ്ട് രാമനാമം കൊണ്ട് മാത്രം ഞാൻ എന്ന് വെച്ചാൽ ഈ പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ മോതിരം ഹനുമാൻ കൊടുക്കുന്ന സമയത്ത് സീതാദേവി കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആവും, ഇത് ശ്രീരാമചന്ദ്രന്റെ മോതിരം തന്നെയാണ് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും. അപ്പോ രാമായണത്തിൽ പറയുന്നുണ്ട് അപ്പോ ആ മോതിരം കൊടുക്കുന്നത് ഹനുമാൻ എങ്ങനെ കൊടുത്തു എന്ന് പറയാറുണ്ട്. അതായത് സാധാരണ കൊടുക്കുന്ന കൈ മുകളിലും സ്വീകരിക്കുന്ന കൈ താഴെയുമായിരിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തോ സീതാദേവിക്ക് വലിയൊരു ഉപകാരം ചെയ്യുന്നതായിട്ടും സീതാദേവി എന്നോട് കടപ്പെട്ടവളാകേണ്ടതായിട്ടും ഒരു ഭാവം അതിൽ വരും, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു ഹനുമാൻ? എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു സമർപ്പിക്കുന്ന രീതിയിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുത്തു.
അപ്പൊ സീതാദേവി എടുക്കുകയാണ് ചെയ്തത് കയ്യിൽ നിന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഭാവം വരാതിരിക്കാൻ വേണ്ടി, ഞാനാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ഭാവം വരാതിരിക്കാൻ വേണ്ടി ഹനുമാൻ അങ്ങനെ ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഹനുമാൻ എന്താണ് ദാസ്യഭാവത്തിന്റെ പെർഫെക്ഷൻ, അതിന്റെ പരിപൂർണത കാണിച്ചു. അതുകൊണ്ട് ഇസ്കോണിൽ ചിലപ്പോൾ ഡിവോട്ടീസ് പറയാറുണ്ട്, സീനിയർ ഡിവോട്ടീസ് പറയാറുണ്ട്, നമ്മളിപ്പോ ആലോചിച്ച് നോക്കൂ, ഒരു സീനിയർ ഡിവോട്ടി നമ്മുടെ ഗുരുസ്ഥാനത്തുള്ളൊരു വ്യക്തി വ്യാസാസനത്തിൽ ഇരിക്കുകയാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി. സോ നമ്മള് ചിലപ്പോൾ അവിടെ കർത്താൾ ഉണ്ടാവില്ല, ഫോർ എക്സാമ്പിൾ ഇല്ലേ, ജയരാധമാധവ പാടാൻ കർത്താൾ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കർത്താള് എവിടെങ്കിലും കീർത്തൻ ടീമിന്റെ കയ്യിൽ കർത്താൾ ഉണ്ടാവും, അതെടുത്ത് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന വ്യാസാസനത്തിരിക്കുന്ന ഭക്തന് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം? കർത്താൾ ഇവിടെ ഉണ്ട്, കർത്താള് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, ഇങ്ങനെ പിടിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ പിടിക്കുക, അവര് കയ്യിൽ നിന്ന് എടുത്തോളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് ചൈതന്യ മഹാപ്രഭു നമുക്ക് ഈ, അതായത് ശ്രീരാമന്റെ മോതിരം സീതാദേവിക്ക് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഹനുമാൻ ഒരു സേവകനാണ് എന്ന് പറയുന്നത് പോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശം നമ്മൾ ലോകത്തിലേക്ക് എത്തിക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ പർപ്പസ്. നമ്മളൊരു ദാസന്റെ സ്ഥാനത്താണ് ഇരിക്കേണ്ടത്, ഇന്റേണൽ, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയല്ല വേണ്ടത്, നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് ആൾക്കാരെ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക, അല്ലാണ്ട് നിർബന്ധിച്ച് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയോ, അങ്ങനെ കൊടുത്താൽ ആൾക്കാർ സ്വീകരിക്കില്ല, അല്ലെ? പ്രത്യേകിച്ച് കേരളത്തിൽ ആൾക്കാർ അങ്ങനെ സ്വീകരിക്കുകയില്ല. നിർബന്ധിച്ച്, സ്നേഹത്തോടെ നിർബന്ധിക്കാം, ചിലപ്പോഴൊക്കെ എടുക്കും, പക്ഷെ എന്നാലും പൊതുവെ നിർബന്ധം കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ജനതയല്ല കേരളത്തില്. അപ്പോ നമ്മളത് കൊടുക്കുന്ന ഒരു ഭാവം, അതിനെ പ്രസന്റ് ചെയ്യുക, അതിനെ അവതരിപ്പിക്കുക, അവരത് എടുക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ കാണണം, റൈറ്റ്? എന്തെങ്കിലും ഇതിനെക്കുറിച്ച്? ആര്യ പ്രഭു അതൊരു വലിയൊരു ഇൻഫർമേഷനാണ് കിട്ടിയത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ആ കർത്താള് കൊണ്ട് കൊടുക്കുന്നതൊക്കെ. ശരിക്കും നമ്മള് എപ്പോഴും അങ്ങനെ കൊണ്ട് കൊടുക്കും. അപ്പൊ അത് ശരിക്കും ഒരു ഇത് മനസ്സിലായി നമ്മളെ എങ്ങനെ നമ്മൾ ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ പ്രഭു, അപ്പൊ നമ്മൾ കുറിച്ചു ഒരു കൊള്ളുക എന്ന് പറയുന്ന പ്രഭുജി ഏതുപോലെ കൊണ്ടു? എന്ത്? കുറിച്ചു കൊള്ളുക എന്ന് പറയും, അതായത് ശരിക്കും മനസ്സിൽ പതിച്ചു ആ ഒരു സന്ദേശം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ദാസനാവണം എന്ന ആ ഒരു മനോഭാവം ശരിക്ക് ഉള്ളിൽ കൊണ്ടു. ഹരേ കൃഷ്ണ. ഹനുമാൻ ജി കി ജയ്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, അപ്പൊ നമ്മൾ ഒരു ഉയർന്ന ഭക്തന് എന്തെങ്കിലും ദക്ഷിണ എന്തെങ്കിലും കൊടുത്താൽ എങ്ങനെയാ കൊടുക്കേണ്ടത്? ദക്ഷിണ കൊടുക്കുമ്പോ വാസ്തവത്തിൽ എല്ലാം നമ്മൾ പണ്ടൊക്കെ ഈ താമ്പൂലം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുക, അവരെടുക്കുകയാണ് ചെയ്യുക. അറിയാമോ? ദക്ഷിണ നമ്മൾ വെറ്റിലേക്ക് വെച്ച് അതെ അതെ. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. നമ്മൾ ഒരിക്കലും നമ്മുടെ സീനിയറിന് ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് യോഗ്യതയില്ല, അല്ലേ? നമ്മളെക്കാൾ മുതിർന്നവരെ കൊടുക്കാൻ എപ്പോഴും അവതരിപ്പിക്കുക, അവരെ എടുക്കുക എന്നുള്ള രീതിയിലാണ് സാധാരണ ചെയ്യുന്നത്. ഈവൻ ഇങ്ങനെയും സംഭവിക്കും. ഇപ്പൊ നമ്മൾ പാചകം ചെയ്ത ഒരു പ്രസാദം, പ്രഭു അന്നൊരു ഇതുണ്ടാക്കിയല്ലോ, എന്ത് സംഭവമാണത്? ഒരു സ്പെഷ്യൽ പ്രസാദം. നിത്തായി ഗുരുവായൂർ മഹാരാജിന്റെ പേര്. നിത്തായി എന്നൊരു പ്രസാദം ഉണ്ടാക്കി, അല്ലെ? സ്വരൂപ് പ്രഭു ഒരു സ്പെഷ്യൽ കുക്കാണ്, അറിയാത്തവര് ഒരു അഭൂതപൂർവമായ, അങ്ങനെ അങ്ങ് കാണാൻ കിട്ടാത്ത സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ പ്രഭു ഉണ്ടാക്കാറുണ്ട്. സോ ഗുരുവായൂർ പോയാല് ആ ഒരു ഭാഗ്യം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രസാദം ആണെങ്കിൽ പോലും, നമ്മൾ ഉണ്ടാക്കി, നമ്മൾ നേദിച്ചു, നമ്മൾ എല്ലാം നമ്മുടെ സൃഷ്ടിയാണത്, അല്ലെ? ഒരു കൊച്ചു ബ്രഹ്മാവായിട്ട് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കി, റൈറ്റ്? എന്നിട്ട് നമ്മൾ ഒരു സീനിയർ ഡിവോട്ടിക്ക് കൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കും, എന്നിട്ട് അവർ കഴിക്കും, എന്നിട്ട് അവർ നമുക്ക് തരും. അപ്പോഴാണ് നമ്മളത് കഴിക്കേണ്ടത്, റൈറ്റ്? ആക്ച്വൽ എന്ന് വെച്ചാൽ ഒരു പണ്ടൊക്കെ ടെമ്പിൾസ്, എന്താണ് ആ ഒരു ടെമ്പിൾ ട്രെയിനിങ്ങിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോ കാലം മാറി, കഥ മാറി. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഒരു ഓൺലൈൻ രീതിയിലേക്ക് വന്നു. ഭക്തന്മാര് നേരിട്ട് കാണുന്നത് തന്നെ, അല്ലെങ്കിൽ നേരിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് തന്നെ, അതൊരു
പണ്ടുള്ള പോലെ ഇല്ല. പണ്ടൊക്കെ നമ്മൾ ടെമ്പിളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം നമ്മൾ പുസ്തകങ്ങൾ കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല. അല്ലെ, പലതും വ്യവഹാരം കൊണ്ട് സീനിയർ ഡിവോട്ടീസ് വരും, പ്രൂപ്പർ ഡിസൈപ്പിൾസ് വരും, അവർ കറക്റ്റ് ചെയ്യും, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പലതും പഠിക്കുന്നത്. ഈ ഓൺലൈനിൽ നമുക്ക് അങ്ങനെ പഠിക്കാൻ ഒരു അവസരം ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. കാര്യം ഒരു പ്രൂപ്പർ ഡിസൈപ്പിൾ പറഞ്ഞ പോലെ ഓൺലൈനിൽ നമ്മുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിനകത്ത് ചെറിയൊരു ചതുരത്തിനകത്താണ് നമുക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? ചെറിയൊരു റെക്റ്റാങ്കിളിനകത്ത്, ചെറിയൊരു സ്ക്വയറിനകത്താണ് നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്. അങ്ങനെ നമുക്ക് കൃഷ്ണാവബോധത്തിന്റെ എല്ലാ വശങ്ങളും പഠിക്കാൻ സാധിക്കില്ല. നേരിട്ടുള്ള അസോസിയേഷനിൽ, പേഴ്സണൽ സർവീസിലൊക്കെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. Thank you, bro. Very valuable തിയറി പഠിക്കും, information. പ്രാക്ടിക്കൽ പഠിക്കൂല, വെറുതെ ചെയ്യാത്രേ ഉള്ളൂ. അതെ. കറക്റ്റ് അതാണ്. എന്നിരുന്നാലും എന്നിരുന്നാലും ഉള്ളതിൽ എന്താ ഓൺലൈൻ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയിലുള്ളവർക്കൊക്കെ അല്ല, ഓൺലൈൻ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തന്നെയാണ്, സംശയം. സംശയമുണ്ടോ പ്രഭു? ഒരുപാട് അനുഗ്രഹമാണ്. കാരണം കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം മുതലുള്ള ഭക്തരെ വരെ ഓൺലൈനിലൂടെ ആണെങ്കിൽ പോലും കൂട്ടുകൂടാൻ സാധിച്ചത് തന്നെ മഹാപുണ്യമായിട്ട് കരുതുന്നു ഞാൻ. തീർച്ചയായിട്ടും കാരണം തീർച്ചയായിട്ടും. ഞാൻ ഈ കാലത്തിനിടയ്ക്ക് ആകെ ഒരു പ്രാവശ്യം തിരുവനന്തപുരം ഇസ്കോൺ വരെ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. തൊട്ടടുത്തുള്ള കൊച്ചിയില് എവിടെയാ എന്താന്നിങ്ങനെ അന്വേഷിച്ച് പരതി നടക്കുകയായിരുന്നു. ഓക്കെ, സന്തോഷം. നമ്മൾ വരുന്നുണ്ട്, പറഞ്ഞു. പ്രഭാവി മാതാജി പറഞ്ഞു പ്രഭു പെരുമ്പാവൂരാണ്, പെരുമ്പാവൂർ വരുമ്പോൾ കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മുന്നോട്ടൊന്ന് വായിക്കാം. ഞാൻ കുറച്ച് ഈ ശ്ലോകങ്ങളുടെ ഒരു രീതി ഉണ്ടല്ലോ, ഇതിന്റെ വൃത്തം എന്ന് പറയും നമ്മൾ. ശ്ലോകങ്ങൾ സാധാരണ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഒരു വൃത്തം, ഇത്രയും നാൾ കോമൺ ആയിട്ടിരിക്കുന്ന ഒരു വൃത്തം ഉണ്ടല്ലോ, ഇല്ലേ? ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ആ ഒരു സ്റ്റൈലാണ് ചൈതന്യ ചരിതാമൃതി ഇതുവരെ നമ്മൾ ശ്ലോകങ്ങൾ കണ്ടത്. ഈ 98 മുതൽ ആ വൃത്തം മാറിയിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു അത്? വൃത്തം എന്ന് പറഞ്ഞാൽ ശ്ലോകത്തിന്റെ ഒരു ഘടന, അത് ചൊല്ലുന്ന രീതി. മറ്റേ രീതിയിൽ, പഴയ രീതിയിൽ വായിക്കാൻ പറ്റാണ്ട് വരുന്നത് വ്യത്യാസം അറിഞ്ഞു. അതെ അപ്പൊ മനസ്സിലായി എന്തോ ഒരു മാറ്റമുണ്ട്. അതെ. അപ്പൊ 98 മുതൽ ഇനി ബാക്കിയുള്ള ഈ അധ്യായം തീരുന്നത് വരെ ശ്ലോകത്തിന്റെ വൃത്തത്തിൽ മാറ്റം വരും. അതിന് കാരണം എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് തന്നെ ഒരു ആനന്ദം, അത് എന്താണ്, ആനന്ദം അകത്ത് വെക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ശ്ലോകത്തിലും അതിന്റെ എഫക്റ്റ് കണ്ടതാണ്. റൈറ്റ്. ഇതേപോലെ ശ്രീമദ് ഭാഗവതത്തിലും വരുന്നുണ്ട്. ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നത് നോർമൽ, എന്താ പറയുക, അനുഷ്ഠുപ്പ് എന്ന് പറയുന്ന വൃത്തത്തിലാണ്. അനുഷ്ഠുപ്പ് ഛന്തം എന്ന് പറയും. അതായത് സാധാരണ നമ്മുടെ ഭഗവത്ഗീത ശ്ലോകങ്ങളുടെ സർവധർമാൻ പരിത്യജ്യ, അതിൻ്റെ ഒരു സ്റ്റൈല്. അതുപോലെ തന്നെയാണ് ഭഗവാൻ. എന്താണ് ശ്ലോകം? ഭഗവാൻ അവതരിക്കുന്ന ശ്ലോകം ജായമാനേ ജനാർദ്ദനെ. അത്ഭുതം ബാലകമംബുജേക്ഷണം. അതിനു മുൻപ്, അതിന് തൊട്ടു മുമ്പ് എന്താണ്? ആവിരാസീദ് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലഃ. തുടക്കം എന്താണ്? നിശീദേത ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം ഗുഹ്യ. അതല്ലേ? അതെ, അതെ. ഇത് കഴിഞ്ഞിട്ട് അത്ഭുതം. അപ്പൊ അത് അതിന്റെ വൃത്തം എന്ന് പറയുന്നത് അതിന് അനുഷ്ഠുപ്പ് എന്ന് പറയും. സോ അത് അനുഷ്ഠുപ് ഛന്ദഃ. ഛന്ദസ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, വൃത്തം തന്നെയാണ്. അപ്പൊ അതൊരു വൃത്തമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാറുന്നു. പ്രഭു പറഞ്ഞ പോലെ തമദ്ഭുതം ബാലകം അംബുജേക്ഷണം എന്ന് പറഞ്ഞിട്ട് ആ മാറ്റം വരുന്നു അത് കഴിഞ്ഞിട്ട്, അല്ലേ? അതേ ആ കാര്യം പോലും ചൈതന്യ ചരിതാമൃതത്തില് അതേപടി കാണാൻ സാധിക്കുന്നു. ഇത്രയും നേരം നമ്മള് ചൈതന്യ മഹാപ്രഭു അവതരിച്ചു എന്നുള്ളത് നമ്മൾ 94 വായിച്ചു. അവിടൊക്കെ ജഗത ഭരിയ ലോക ബലെ ഹരി ഹരി സേയി ക്ഷണേ ഗൗര കൃഷ്ണ ഭൂമേയ അവതരി എന്നുള്ളതാണ്.
അതേത് 90 വൃത്തം? അതേത് വൃത്തം? ഇതറിയില്ല, ഇതൊരു ബംഗാളി വൃത്തമാണ്, ഇതിന്റെ പേരറിയില്ല. അല്ല, ഞാൻ പല ട്യൂണിലും. തേടുന്നുണ്ട്, ഇത് ചോദിക്കണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് 98 മുതൽ മാറിയിട്ടുണ്ട്. ഇപ്പോ 101 ഞാനൊന്ന് വായിക്കാം. ആ, ശ്ലോകം 101. ട്രാൻസ്ലേഷൻസ് പർപോർട്സ് all by His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada ki jai. ശ്ലോകം 101. ജഗത ആനന്ദമയ ദേഖി മനെ സവിസ്മയ ഠാരെ ഠോരെ കഹെ ഹരിദാസാ തോമാરા ഐച്ഛന രംഗ മോര മന പരസന്ന ദേഖി കിച്ചു കാര്യേ ആചേ ഭാസാ. വിവർത്തനം. ലോകം മുഴുവൻ ആഹ്ലാദത്തിലാണെന്ന് കണ്ട ഹരിദാസ് ഠാക്കൂർ വിസ്മിതനായി അദ്വൈതാചാര്യനോട് പ്രത്യക്ഷമായും പരോക്ഷമായും ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ നൃത്തവും ദാനവും എന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ പ്രവൃത്തികൾക്ക് പിന്നിൽ എന്തോ പ്രത്യേക ലക്ഷണമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ശ്ലോകം 102. ആചാര്യരത്ന ശ്രീവാസ ഹൈല മനെ സുഖോല്ലാസ യായി സ്നാന കൈല ഗംഗാ ജലേ ആനന്ദേ വിഹ്വല മന കരെ ഹരി സങ്കീർത്തന നാനാദാന കൈല മനോബലേ. ആചാര്യരത്നനും ചന്ദ്രശേഖരൻ ശ്രീവാസ് ഠാക്കൂറും സന്തോഷാധിക്യത്താൽ വിഹ്വലത പൂണ്ടു. ഉടൻ തന്നെ അവർ കുളിക്കുവാനായി ഗംഗയിലേക്ക് പോയി. ആനന്ദം അലതല്ലുന്ന മനസ്സുകളോടുകൂടി അവർ ഹരിനാമ സങ്കീർത്തനം ചെയ്യുകയും മനോബലത്താൽ ദാനം നൽകുകയും ചെയ്തു. ഏയി മത ഭക്ത തതി യാൻഡ്ര ഏയി ദേശേ സ്ഥിതി താഹാൻ താഹാൻ പാന മനോബലേ നാച്ചെ കരെ സങ്കീർത്തന ആനന്ദ വിഹ്വല മന ദാന കരെ ഗ്രഹണേര ഛലേ. നാടുതോറും നഗരം തോറും ജീവിച്ചിരുന്ന ഭക്തന്മാർ നൃത്തമാടുകയും സങ്കീർത്തനം ചെയ്യുകയും മനോബലത്തിനാൽ ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്തു. ചന്ദ്രഗ്രഹണത്തിന്റെ പേരിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളങ്ങൾ ആനന്ദത്തിൽ മുഴുകി. ബ്രാഹ്മണ സജ്ജന നാരി നാനാ ദ്രവ്യേ थाली ഭരി ആയി ലാസ ബേയൗതുക ലൈയാ येन कांच सोना द्युति देखी बालकेर मूर्ति आशीर्वाद कर सुखे सुख पाना. ബ്രാഹ്മണരും സജ്ജനങ്ങളും സ്ത്രീകളും സമ്മാനങ്ങൾ നിറച്ച പാത്രങ്ങളും വഹിച്ചു കൊണ്ടുവന്നു. തിളങ്ങുന്ന സ്വർണപ്രഭയോട് കൂടിയ നവജാത ശിശുവിനെ ദർശിച്ച അവരെല്ലാം സന്തോഷപൂർവം അവരുടെ അനുഗ്രഹങ്ങൾ അർപ്പിച്ചു. സാവിത്രി ഗൗരി സരസ്വതി ശചിരംഭ അരുന്ധതി ആരയത ദേവനാരി ഗണ നാനാദ്രവ്യേ പാത്ര ഭരി ബ്രാഹ്മണീര വേഷധരി ആസി സബെ കരെ ദർശന. ഇതൊരു ട്യൂണാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു, ഇതൊരു കീർത്തന മറ്റേ ഇതല്ലേ? അയ്യോ, ഹരിനാമ സങ്കീർത്തനം ഹരിഹരായ നമ, അതിന്റെ ഒരു ട്യൂൺ വരുന്നുണ്ട്. അതിന്റെ ട്യൂണുണ്ട്. ഹരിഹരായ നമ കൃഷ്ണ യാദവായ മാധവായ കേശവായ നമഃ ഗോപാൽ ഗോവിന്ദ രാം ശ്രീ മധുസൂദന ഗിരിധരി ഗോപീനാഥ മദന മോഹ ശ്രീ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത സീത ഹരി ഗുരു വൈഷ്ണവ ഭഗവത ഗീത ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
സാവിത്രി, ഗൗരി, സരസ്വതി, ശചി. ഇവിടെ പറയുന്ന ശചി ഇന്ദ്രന്റെ പത്നിയായിട്ടുള്ള ശചിയാണ് പറയുന്നത്. അരുന്ധതി തുടങ്ങിയ ദേവസ്ത്രീകളെല്ലാം സ്വർഗത്തിലെ നർത്തകിയായ രംഭയോടൊപ്പം ബ്രാഹ്മണ പത്നിമാരുടെ വേഷം ധരിച്ച് നാനാതരം ഉപഹാരങ്ങളുമായി അവിടെ എത്തി. ഭാവാർത്ഥം: മഹാപ്രഭു ഒരു നവജാത ശിശുവായിരുന്നപ്പോൾ അയൽവാസികളായ സ്ത്രീകൾ അവിടുന്ന് സന്ദർശിച്ചു. അവരിൽ ഭൂരിഭാഗവും ആദരണീയരായ ബ്രാഹ്മണരുടെ പത്നിമാരായിരുന്നു. ബ്രാഹ്മണ പത്നിമാരുടെ വേഷത്തിൽ ബ്രഹ്മാവിന്റെയും ശിവന്റെയും പത്നിമാരെ പോലുള്ള ദേവതകളും നവജാത ശിശുവിനെ കാണാൻ വന്നു. സാധാരണ ജനങ്ങൾ അവരെ അയൽവാസികളായ ബ്രാഹ്മണ സ്ത്രീകളായി കണ്ടു. പക്ഷെ അവരെല്ലാം വേഷം മാറിയ ദേവതകളായിരുന്നു. റീബോ, ആരൊക്കെയാണ് കാണാൻ വരുന്നത് ചൈതന്യ മഹാപ്രഭുവിനെ? റൈറ്റ്? ആരും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല. വരണം, വന്നേ പറ്റൂ, അല്ലെങ്കിൽ ജോലി പോകും എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഓടി വന്നു. സോ ആലോചിച്ച് നോക്കൂ, സാധാരണ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു സങ്കല്പം, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ധാരണ ലോകത്തില്, ഈശ്വരന്റെ നിയമങ്ങളെ മറികടക്കാൻ സാധിക്കില്ല. ഈശ്വരൻ എന്താണ്, നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിച്ചടുക്കി സ്വന്തം ആഗ്രഹം നിറവേറ്റുന്ന, സ്വന്തം ഇച്ഛ നിറവേറ്റുന്ന ഒരു ഹിറ്റ്ലറാണ് ദൈവം. അല്ലെങ്കിൽ മരണസമയത്ത് എന്താണ് പറയുക, എന്ത് ദിനമാണത്, വിധി എഴുതുന്നൊരു ദിനമുണ്ടാവും. അവിടെ ഒരു ജഡ്ജിയായി ഒരു ചുറ്റിക വടിയും വെച്ച് ഇരിക്കുന്ന പാപികളെ, എന്താണ്, പുണ്യവാന്മാരെ നിത്യസ്വർഗത്തിലേക്കും പാപികളെ നിത്യം എന്താണ് പരിപ്പുവട പോലെ വറുത്തെടുക്കാനുള്ള നരകത്തിലേക്കും വിധി എഴുതി പറഞ്ഞു വിടുന്ന ക്രൂരഹൃദയനായ ഒരു വ്യക്തിത്വമാണ് ദൈവം എന്നുള്ള രീതിയിലാണ് പൊതുവെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ, അല്ലെ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. ചൈതന്യ മഹാപ്രഭു വിശ്വംഭരൻ എന്നാണ് പേര് ചൈതന്യ മഹാപ്രഭു. വിശ്വത്തെ തന്നെ ഭരിക്കുന്നവനാണ് ചൈതന്യ മഹാപ്രഭു. പക്ഷേ ഭഗവാന്റെ ഭരണം ആ രീതിയിലുള്ള ഭരണമല്ല. എല്ലാവരെയും നിർബന്ധിച്ച്, എല്ലാവരെയും അടിമപ്പെടുത്തി ഭരിക്കുന്ന ഒരു ഭരണമല്ല. ഉണ്ട്, നിർബന്ധങ്ങളുണ്ട്, മായ എന്ന് പറയുന്ന ശക്തിയുണ്ട്, ത്രിഗുണങ്ങളുണ്ട്, കർമ്മത്തിന്റെ നിയമങ്ങളുണ്ട്. ഇതെല്ലാം ശരിയാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത നിയമങ്ങൾ തന്നെയാണ് കർമ്മ നിയമങ്ങൾ. പക്ഷേ എന്നിരുന്നാലും ഭഗവാൻ ഭരിക്കുന്നത്, ഭഗവാൻ നിയന്ത്രിക്കുന്നത് അങ്ങനെയല്ല. ഭഗവാനെ വിസ്മരിച്ചിരിക്കുന്ന സമയത്ത് ഈ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്നു. ഭഗവാനെ സ്മരിക്കുന്ന സമയത്ത് ആ നിയമങ്ങളിലൊക്കെ അയവ് വരുന്നു, അല്ലെങ്കിൽ ആ നിയമങ്ങൾ തന്നെ പ്രവർത്തിക്കാതെയാവുന്നു. സോ ഭഗവാന്റെ ആകർഷണീയത, ഷഡ് ഐശ്വര്യങ്ങൾ, ഇല്ലേ? ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗൈതിങ്കണ. ഈ 6 ഗുണങ്ങൾ, 6 ഐശ്വര്യങ്ങൾ കാരണം ഭഗവാൻ എല്ലാവരെയും ആകർഷിക്കുന്നു. പക്ഷെ ഭഗവാന്റെ ഐശ്വര്യങ്ങളിൽ, ഭഗവാന്റെ ശക്തികളിൽ വെച്ചിട്ട് ഏറ്റവും ശക്തിമത്തായ ശക്തി, ഏറ്റവും പ്രഭാവശാലിയായ ശക്തി, ഭഗവാന്റെ സൗന്ദര്യത്തെക്കാട്ടിലും, ഭഗവാന്റെ എന്താണ് വീര്യത്തെക്കാട്ടിലും, എല്ലാറ്റിനെക്കാട്ടിലും ഭഗവാന്റെ ഏറ്റവും പ്രഭാവശാലിയായ ശക്തി എന്താണ് എന്ന് ഹിസുബ്ലസ് ഭാനുസ്വാമി മഹാരാജ് പറയാറുണ്ട്. ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ ഭഗവാന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രഭാവശാലിയായ ശക്തി ഏതാണ്? കരുണയാണോ പ്രഭു? എന്ത്? ഹരേ കൃഷ്ണ, കരുണ. യെസ്, അതിന്റെ പേര് കുറച്ച് ഡിഫറെന്റ്, കൃപാശക്തി. റൈറ്റ്, കൃപാശക്തി. സോ അതാണ് കൃഷ്ണന്റെ ഏറ്റവും ശക്തിമത്തായ, ഏറ്റവും എഫക്റ്റീവായ ശക്തി, കൃപാശക്തി. റൈറ്റ്? സോ ആ
ആ കൃപാശക്തി മൂലമാണ് ഭഗവാൻ വിശ്വംഭരൻ എന്നറിയപ്പെടുന്നത്. ഭഗവാൻ ഭരിക്കുന്ന ശക്തി അതാണ്, കൃപാശക്തിയാണ്. അപ്പൊ ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, കരുണാവതാരമായ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട് ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും എന്താണ് വന്നേ പറ്റൂ എന്നുള്ളൊരു ഇത് കാരണമല്ല, പോണമല്ലോ കാണണമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കാരണമല്ല. എല്ലാവരും സ്വയം സെൽഫ് ഇൻസ്പയർഡ് ആയിട്ട്, സ്വയം പ്രേരിതരായിട്ട് എല്ലാവരും മുന്നോട്ട് വരുന്നു. സോ അതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ, അതിന്റെ ശ്രവണമാണ് ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെ? കേട്ടിട്ടാണ് ആൾക്കാർ, ഏറ്റവും ആദ്യം ശ്രവണം കൊണ്ടാണ് നമുക്ക് ആഗ്രഹം വരുന്നത്, അല്ലേ? ഇത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, 4 തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ 4 നിലവാരം പറയുന്നു, 4 യോഗ ലാഡർ എന്ന് പറയും. ഭഗവത്ഗീത 12-ാം അധ്യായത്തില് 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. അതായത് ഓൾറെഡി മനസ്സ് ഭഗവാനില് കേന്ദ്രീകരിക്കപ്പെട്ട വ്യക്തികൾ, ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള നിഷ്ഠയിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നിഷ്ഠയും അതിനും ഉപരി നിലവാരത്തിലുള്ള ഭക്തന്മാർക്ക് മയ്യേവ മന ആധസ്വ, എന്നിൽ മനസ്സുറപ്പിക്കുക, ബുദ്ധി എന്നിൽ നിവേശിപ്പിക്കുക, ബാക്കിയെല്ലാം വഴിയെ നടന്നോളും എന്ന് ഭഗവാൻ പറയുന്നു. ഇനി അങ്ങനെ സാധിക്കില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? 12:9 എന്ത് പറയുന്നു? ശ്ലോകം ആർക്കെങ്കിലും അറിയാമോ? എനിക്ക് വേണ്ടിയിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ടുള്ള ധനഞ്ജയ. അധചിത്തം സമാധാതും ന ശക്നോതി മയി സ്ഥിരം. അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. അങ്ങനെ സ്വാഭാവികമായി മനസ്സ് ഭഗവാൻ ഉറയ്ക്കാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. അഭ്യാസയോഗ, റൈറ്റ്? അതാണ് സാധനാഭക്തി, നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ്. സാധനാഭക്തി എന്ന് വെച്ചാൽ മനസ്സിനെ ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. വല്ലപ്പോഴും വിജയം കിട്ടും, മിക്കവാറും പരാജയമായിരിക്കും, എന്നാലും വിടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥ വിജയം, റൈറ്റ്? അപ്പൊ അങ്ങനെ 2-ാമത്തെ ലെവല് സാധനാഭക്തി ചെയ്യുക. ഇനി അതും പറ്റില്ല എന്നിരിക്കട്ടെ, അടുത്ത് എന്ത് ചെയ്യും? അഭ്യാസേപ്യ അസമർത്ഥോസി. അഭ്യാസം ചെയ്യാൻ, സാധനാഭക്തി ചെയ്യാനും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രവൃത്തി കർമ്മം. അത് മതോത്തമപി കർമാണി കുർവൻ. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. അതിനർത്ഥം സാധനാഭക്തി ഫോളോ ചെയ്തില്ലെങ്കിലും, ചെയ്യാനുള്ളൊരു നിലവാരത്തിൽ എത്തിയില്ലെങ്കിലും, അയാൾക്ക് രാവിലെ എണീറ്റ് ജപിക്കാനോ കൃഷ്ണാവബോധത്തിന്റെ തത്വങ്ങൾ പാലിക്കാനോ സാധിക്കില്ലെങ്കിലും, കുറെ ലൈഫ് മെമ്പേഴ്സ് ഉണ്ട്, വെൽവിഷേഴ്സ് ഉണ്ട്, ഡോണേഴ്സ് ഉണ്ട്. അവരൊക്കെ അവരുടെ രീതിയിൽ ജീവിതം ജീവിക്കും. പക്ഷെ എന്ത് ചെയ്യും? അതിന്റെ റിസൾട്ട്സ് കുറച്ച് ഭഗവാന് കൊടുക്കും, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ആൾക്കാരുണ്ടോ? കൃഷ്ണാവബോധ ഭക്തന്മാരാവണമെന്നില്ല, അവർക്ക് ദീക്ഷ എടുക്കാനൊക്കെ മേ ബി ആ സമയത്ത് താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും അവര് അനുഭാവികളായിട്ട്, ഇതിനോട് അനുഭാവം പുലർത്തുന്നവരായിട്ട് കുറെ വെൽവിഷേഴ്സ് ഉണ്ടാവും. ശരിയാണോ? ശരിയാണോ? അപ്പൊ അവർക്കും ഒരു സ്ഥാനം കൃഷ്ണൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്ത്? ഔട്ടാണോ? അല്ല, ഇനിയും ഉണ്ട് സ്ഥാനം. അടുത്ത എന്താണ്? അഥൈതദപ്യശക്തോസി. അതും ചെയ്യാൻ അശക്തനാണെങ്കിൽ കർത്തും മദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തതക്കുരു യഥാത്മവാൻ. അല്ലെ? അപ്പോൾ ആ കർമ്മഫലങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സൽക്കാര്യങ്ങൾ, എന്താണ്, അനാഥാലയം തുറക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, മരം നട്ടുപിടിപ്പിക്കാനോ, എന്താണ്, ഗോപൂജ, ഗോപൂജ, വാട്ടെവർ, ഒരു നല്ല കാര്യങ്ങളിലൊക്കെ, സൽക്കാര്യങ്ങളിൽ പ്രവർത്തിച്ച് ആ കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും ഇവിടെ ഭഗവാന്റെ അവതാര സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു,
ടെമ്പറലി താൽക്കാലികമായിട്ടാണെങ്കിലും ദേവതമാര് പോലും അവർക്കൊക്കെ ഒരു ആകർഷണം തോന്നുന്നു. ഈ നേരത്തെ പറഞ്ഞ 12:8 ലെവലിലുള്ള മനസ്സ് ഭഗവാനിലേക്ക് പോയി ഭഗവാനെ കാണണമെന്ന് പറയുന്ന ഒരു തീവ്ര ആഗ്രഹത്തോടെ അവരെല്ലാവരും വരുന്നു. ഇവിടെ പറയുന്നത് സാധാരണ സാധന ഭക്തിക്ക് മുമ്പുള്ള പ്രഭു, അതിന് മുമ്പുള്ള ആദ്യത്തേതാ പറഞ്ഞ? ഏറ്റവും ആദ്യം ഉള്ളത് നമ്മള് എന്താ പറയാ, രാഗഭക്തി, ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെന്റോടെയുള്ള. അതാ ഭഗവത്ഗീത ശ്ലോകം എന്നാ പറഞ്ഞ? 12:8 മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. ഈ 4 ശ്ലോകങ്ങള് അതിനൊരു യോഗ ലാഡർ എന്ന് പറയും. ഒരു 4 തട്ടുകൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. എവിടെങ്കിലും നമുക്ക് തുടങ്ങണമല്ലോ, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണമല്ലോ. അപ്പൊ നമ്മൾ പ്രീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എക്സ്പേർട്ട് പ്രീച്ചർ ആണെങ്കിൽ ആൾക്കാരെ കണ്ടാൽ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അവരെവിടെയാണെന്നുള്ളത് മനസ്സിലാവും. അതനുസരിച്ച് ഈ ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകത്തിൽ എവിടെയാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് കണ്ടിട്ട് അവർക്ക് സ്വീകരിക്കാൻ പാകത്തിന് നമ്മളൊരു വഴി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ സ്വീകരിച്ചു എന്ന് വരില്ല. ഇനി അല്ലെങ്കിൽ നമ്മൾ അത്ര വലിയൊരു ഡിവോട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഭുപാദിന്റെ കേസിലൊക്കെ സംഭവിച്ച പോലെ എന്താ പറയുന്നത്, ഈയിടെ ഇന്ദ്രദ്യുമ്ന മഹാരാജിന്റെ ഒരു ക്ലാസ് കേട്ടു. മഹാരാജ് അതിൽ പറയുകയായിരുന്നു, അതായത് പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസിനെയാണ് ആദ്യം കണ്ടത് ഇന്ദ്രദ്യുമ്ന മഹാരാജ്. സോ അദ്ദേഹത്തിന്റെ വൈഫും ഉണ്ടായിരുന്നു. അവര് കണ്ട സമയത്ത് അവരുടെ ആ ഭക്തന്മാരുടെ പരിശുദ്ധി കണ്ടിട്ട് അവർ ഉടനെ തന്നെ അവർ ആകൃഷ്ടരായി. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവര് മടികൂടാതെ പറഞ്ഞു, ടെമ്പിളിലേക്ക് വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന് 15 മിനിറ്റിന് ശേഷം അദ്ദേഹം മുടിയൊക്കെ ഷേവ് ചെയ്ത് 15 മിനിറ്റിൽ അവർ പണി തീർത്തു എന്ന് പറഞ്ഞു. മുടിയൊക്കെ ഷേവ് ചെയ്ത് തിലകൊക്കെ ഇട്ട് ഇതൊക്കെ കൊടുത്ത് അവര് ഡിവോട്ടി ആക്കി. അപ്പൊ മഹാരാജ് പറയാണ്, കൃഷ്ണാവബോധം വളരെ ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ അന്ന് മനസ്സിലാക്കി. വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണെന്ന്. സോ അത് എന്താ പറയുക, ഒരു പ്രത്യേക നിയോഗം പ്രഭുപാദിനെ പോലെയോ അല്ലെങ്കിൽ പ്രഭുപാദിന്റെ കൂടെ ഇരുന്ന ആ ഒരു പ്യുവർ അത്രയും പരിശുദ്ധ ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഈ ലെവല് ജമ്പ് ചെയ്യാൻ സാധിക്കും അവരുടെ കാരുണ്യം കൊണ്ട്. പക്ഷെ പൊതുവെ ആ ഒരു സ്റ്റെപ്പ് വഴി പോകും. റൈറ്റ്. കുറച്ച് ശ്ലോകങ്ങളൂടെ വായിക്കാം. വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2-3 കൂടെ വായിക്കാം. ഈ ശ്ലോകം ട്യൂൺ ഒന്ന് കേട്ടോളൂ. ഇനിയിപ്പോൾ അടുത്തത് വായിക്കുന്നവരും കഴിയുന്നത് അത് വായിക്കാൻ ശ്രമിക്കുക. ഈ അധ്യായം മുഴുവൻ ഈ ട്യൂണിലാണ്. ശ്ലോകം 106. അന്തരീക്ഷേ ദേവഗണ ഗന്ധർവസിദ്ധചാരണ സ്തുതി നൃത്യകരേ വാദ്യഗീത നർത്തക വാദക ഭാട്ട നവദ്വീപേ യാരണാട്ട സബേയാസി നാച്ചെ പാന പ്രീത. വിവർത്തനം. ആകാശമാർഗത്തിൽ വന്നു നിന്ന് ഗന്ധർവ സിദ്ധ ചാരണാദികളായ എല്ലാ ദേവന്മാരും അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും സംഗീത വാദ്യാദികളുടെ അകമ്പടിയോടെ നൃത്തം ചെയ്യുകയും ചെയ്തു. അതുപോലെ നവദ്വീപിലെ നർത്തകരും സംഗീതജ്ഞരും വരദായകരും ഒത്തുചേർന്ന് അത്യാഹ്ലാദത്തോടെ നൃത്തമാടി. ഭാവാർത്ഥം. സ്വർഗലോകങ്ങളിൽ ഗീതവും നൃത്തവും സ്തുതിയും അവതരിപ്പിക്കുന്നവർ ഉള്ളതുപോലെ നൃത്തവും ഗീതവും അനുഗ്രഹം ചൊരിയലും ഉപജീവനമാർഗമാക്കിയവർ ഭാരതത്തിൽ ഇപ്പോഴുമുണ്ട്. അവരെല്ലാം ഗൃഹസ്ഥാശ്രമ ജീവിതവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക്, പ്രത്യേകിച്ചും വിവാഹത്തിനും ജന്മദിനാഘോഷങ്ങൾക്കും ഒത്തുചേരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഹിന്ദു ഭവനങ്ങളിൽ നിന്ന് ദാനം സ്വീകരിച്ചാണ് അവർ ഉപജീവനം നടത്തുന്നത്. ഷണ്ടന്മാരും ദാനം സ്വീകരിക്കാൻ അത്തരം ചടങ്ങുകൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അതാണ് അവരുടെ ജീവിതമാർഗം. അത്തരം ആളുകൾ ഒരിക്കലും സേവന വൃത്തികളിൽ ഏർപ്പെടുകയോ കൃഷിയോ വ്യാപാരമോ സ്വയം തൊഴിലായി സ്വീകരിക്കുകയോ ചെയ്യില്ല. അവർ ഉപജീവനത്തിനായി യാതൊരു മടിയും വിഷമവുമില്ലാതെ അയൽവാസികളായ സുഹൃത്തുക്കളിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നു. വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് കവിതകൾ ചിട്ടപ്പെടുത്തി അത്തരം ചടങ്ങുകളിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവരാണ് ഭാട്ടന്മാർ.
ഇവർ ബ്രാഹ്മണരുടെ ഒരു വിഭാഗമാണ്. സോ ഇതില് കാണാൻ സാധിക്കുന്നത് സമൂഹത്തിൽ പലതരം വ്യക്തികളുണ്ട്. ആരും വൈദിക സംസ്കാരത്തെ കുറിച്ചൊരു തെറ്റിദ്ധാരണ പരക്കെ ഉള്ളതുപോലെ അത് ഉള്ളതല്ല, ഉണ്ടാക്കിയതാണ്. അതായത് ചില വിഭാഗം ജനങ്ങൾക്ക് മാത്രം മേൽക്കോയ്മ ഉണ്ടാവും, അവർക്ക് സുഖിച്ച് ജീവിക്കാം, മറ്റുള്ളവരൊക്കെ അടിമകളെ പോലെയാണ് അവര് വെച്ചിരുന്നത്. അവർക്ക് സ്വാതന്ത്ര്യമോ അവർക്ക് ജീവിക്കാനുള്ള സുഖ സൗകര്യങ്ങളോ കൊടുക്കാതെ സുഖലോലുപരായ ഉയർന്ന ജാതികൾ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഇവർ മാത്രം സുഖിച്ച് ഇരുന്നു, ബാക്കിയുള്ളവരൊക്കെ തഴഞ്ഞിരുന്നു എന്ന് പറയുന്ന ആ ഒരു തെറ്റായ പ്രചരണത്തിന് ഒരു മറുപടിയാണ് ഈ ഭാവാർത്ഥം. ഓരോ വ്യക്തികൾക്കും അവരവരുടെ തനതായ സ്വഭാവമുണ്ട്. അവരുടെ പൂർവ്വകർമ്മങ്ങള് പൂർവ്വജന്മം അനുസരിച്ച് ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയും ആ നേച്ചർ, ആ സ്വഭാവവും അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളിൽ ജനിക്കാനുള്ള അവസരം പ്രകൃതി കൊടുക്കുന്നു. അതേസമയം ആധ്യാത്മികമായിട്ട് എല്ലാവരും ആത്മാക്കൾ തന്നെയാണ്. എല്ലാവരും ഭഗവാന്റെ ഭക്തി സ്വീകരിക്കാൻ യോഗ്യർ തന്നെയാണ്. എന്നിരുന്നാലും എല്ലാവരെയും ഒരേ നിലവാരത്തിൽ കാണാൻ സാധിക്കില്ല. ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ 18-ാം ശ്ലോകമുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫേമസ് ശ്ലോകം, എല്ലാവരെയും തുല്യരായി കാണുന്നു എന്ന് പറയുന്ന ഒരു ശ്ലോകം. വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിരത്നേ പുനീതൈവ സ്വഭാവേ ച പണ്ഡിതാഃ സമദർശിനഃ. പണ്ഡിതാ സമദർശിന, വിനയമുള്ളവൻ എല്ലാവരെയും തുല്യരായി കാണുന്നു. തുല്യരായി കാണുന്നു. സോ അജിത് കുമാർ പ്രഭുവിന് വളരെ നന്ദി. പെട്ടെന്ന് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്, വളരെ സന്തോഷം. സോ അതിൽ പറയുന്നു പണ്ഡിതാ സമദർശിന, അല്ലെ പണ്ഡിതന്മാരെല്ലാവരെയും തുല്യരായി കാണുന്നു എന്ന് പറയുന്നു. പ്രഭുപാദ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു, പണ്ഡിതന്മാരെല്ലാവരെയും തുല്യരായി കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ട് എല്ലാവർക്കും കൃഷ്ണഭക്തി കൊടുക്കാനുള്ള ആ പരിശ്രമത്തിൽ അദ്ദേഹം വിവേചനം കാണിക്കാറില്ല. എന്ന് വെച്ചാൽ ഒരു നായയാണെങ്കിലും ഒരു ബ്രാഹ്മണനാണെങ്കിലും ഒരു പണ്ഡിതനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അവർക്ക് ഉതകുന്ന രീതിയിൽ കൃഷ്ണാവബോധം കൊടുക്കുക. ചിലപ്പോൾ ഭഗവാന്റെ കുറച്ച് പ്രസാദം ആയിരിക്കും ആ നായയ്ക്ക് കൊടുക്കുന്നത്, അല്ലെ? ഒരു പണ്ഡിതനെ കാണുമ്പോൾ അതേ രീതിയിൽ പെരുമാറാൻ സാധിക്കില്ല. ഹൃദയത്തിനകത്ത് എല്ലാവർക്കും കൃഷ്ണ കൃപാ നിധി കിട്ടാനുള്ള യോഗ്യതയുണ്ടെന്നുള്ളത് എല്ലാവരും, അത് ആ രീതിയിൽ ഒരു സമാനത ഉണ്ടെങ്കിലും പ്രായോഗികമായിട്ട് പ്രവർത്തനത്തില്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, തമിഴിൽ നടമുറ എന്ന് പറയും, വെച്ചാല് പ്രാക്ടിക്കലി നമ്മുടെ ഇതില് നമുക്ക് ഒന്നായിട്ട് കാണാൻ സാധിക്കില്ലല്ലോ, അല്ലെ? ഒന്നായിട്ട് പെരുമാറാൻ സാധിക്കില്ല. നമ്മളൊരു സർപ്പത്തെയും ഒരു സാധുവിനെയും ഒരേപോലെ കാണുക, ആധ്യാത്മികമായിട്ട് കാണുകയാണെങ്കിലും ഒരേപോലെ അവരോട് വ്യവഹാരം സാധിക്കില്ല. സോ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. സോ ആധ്യാത്മികമായിട്ട് എല്ലാം എന്താ പറയുക, എല്ലാവർക്കും തുല്യത ഉണ്ടെങ്കിലും ഇവിടെ പറയുന്നത് പോലെ ചില സമൂഹത്തിലുള്ള ചില വ്യക്തികൾ അവരുടെ സാഹചര്യം അനുസരിച്ച് അവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ആ സ്ഥാനം അനുസരിച്ച് അവർക്ക് ജീവിക്കാനും അവർക്ക് അതിൽ നിന്ന് വരുമാനം നേടാനും അവരുടെ ജീവസന്ധാരണം ചെയ്തു കൊണ്ടുപോകാനും അവകാശം വൈദിക സംസ്കാരത്തിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആരൊക്കെ ഉണ്ട് ഇവിടെ നോക്കിയാല്? എന്തൊക്കെയാണുള്ളത്? ദേവന്മാർ, നർത്തകന്മാരുണ്ട്, നൃത്തം ചെയ്യുന്നവരുണ്ട്, വാദ്യങ്ങള് ഇല്ല, ഇന്നും നമുക്ക് കാണാം. നമ്മുടെ കേരളത്തില് ചെണ്ട കൊട്ടുന്നവരുണ്ട്, മേളപ്രമാണികളുണ്ട്. അവരുടെ ജോലി അത് മാത്രമാണ്, അവർക്ക് വേറൊന്നും അറിയില്ല, അതിൽ സ്പെഷ്യലൈസ്ഡ് ആണ് അവർ, റൈറ്റ്? പക്ഷെ അതിനൊരു അന്തസ്സുണ്ട്, ആ ജോലിക്ക് ഒരു അന്തസ്സുണ്ട്. പിന്നെ ഭാട്ട എന്ന് പറയുന്നു ഇവിടെ, അല്ലെ? പെട്ടെന്ന് കവിതകൾ ഉണ്ടാക്കി പറയാൻ പറ്റുന്ന നിമിഷ കവികൾ എന്ന് പറയും. അവരൊക്കെ ഉണ്ട്. അവർക്കും ഒരു സ്ഥാനം സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് മറ്റൊന്നും ചെയ്യാൻ അറിയില്ല. അവരെ കൊണ്ടൊരു IT കമ്പനിയിൽ പോയിട്ട് കോഡിന്റെ എറേഴ്സ് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധിക്കില്ല അത്, റൈറ്റ്? അങ്ങനെ ചെയ്യണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ഇവിടെ പറയുന്നത് അതുപോലെ ഷണ്ടന്മാര്, പുരുഷനുമല്ല സ്ത്രീയുമല്ല എന്ന് പറഞ്ഞ ഒരു തേർഡ് ജെൻഡർ എന്ന് പറയുന്ന അവർക്കും ഒരു സ്ഥാനമുണ്ട്.
എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ, വലിയ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാനുള്ളൊരു സൗകര്യം വൈദിക സംസ്കാരം കൊടുക്കുന്നുണ്ട്. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സമാധാനത്തിന്റെ അടിത്തറയിൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? അതുകൊണ്ട് വിശന്ന് ആഹാരത്തിന് മുട്ടാനോ അല്ലെങ്കിൽ ഒരു തൊഴിലിന് വേണ്ടി കഷ്ടപ്പെടുകയോ, അങ്ങനെയുള്ളൊരു Naukri.com പോയി അവിടെ റെസ്യൂമെ ഇട്ടിട്ട് പിന്നെ വർഷങ്ങളോളം കാത്തിരിക്കുകയോ അങ്ങനെയുള്ളൊരു ഗതികേടൊന്നും വൈദിക സംസ്കാരത്തിൽ ഇല്ല. അപ്പൊ അതിലെ നല്ല വശങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട്, ഇപ്പൊ കാലം മാറി, പഴയ വൈദിക സംസ്കാരത്തെ അതേപടി നമുക്ക് പറിച്ചു നടാൻ സാധിക്കില്ല എന്നുള്ളതും സത്യമാണ്, കാലം മാറി. പക്ഷെ എന്നാലും അതിലെ തത്വങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ, അതിനെ നമുക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ യഥാർത്ഥത്തിൽ ഭക്തന്മാരാണ് ഈ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് പാണ്ഡിത്യമുള്ള ഭക്തന്മാര്. ഈ പറയുന്ന പോലെ പണ്ഡിതന്മാരെ ആവശ്യമില്ല എന്ന് പറയരുത്, പണ്ഡിതന്മാര് വേണം. ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിനെ യഥാവിധി അതിനെ ഇന്നത്തെ സാഹചര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ആൾക്കാരുടെ ജീവിതത്തിൽ കഴിവതും ഈ ഭൗതിക ലോകത്തിൽ സാധിക്കത്തക്ക വിധം ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുത്ത് ആ ഒരു ശാന്തിയുടെ സമാധാനത്തിൻ്റെയും ഫൗണ്ടേഷനിൽ, അടിത്തറയിൽ മുകളിലേക്ക് ആ വ്യക്തിയുടെ ഭക്തി ജീവിതം പണിതെടുക്കാൻ സാധിക്കും, അല്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടത് നമുക്ക് ഒരു വലിയൊരു കടമയാണ്. അതൊക്കെ ഈ ഭാവാർത്ഥത്തിൽ നിന്ന്, കൊച്ചു ഭാവാർത്ഥമാണെങ്കിൽ അതിൽ വലിയ കാര്യങ്ങളുണ്ട്, റൈറ്റ്? ഞാനൊരു കാര്യം ചെയ്യാം, 108 വരെ വായിച്ചു നിർത്താം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. ശ്ലോകം 107. കേബാസെ കേബായായ കേബാ നാച്ചെ കേബാ ഗായ സംഭാലിത്തെ നാരെ കാര ബോലാ खंडिले का दुख शोक प्रमोद पूरित लोक मिश्र हൈല ആനന്ദേ വിഹ്വല. വിവർത്തനം: ആര് വരുന്നു, ആര് പോകുന്നു, ആര് നൃത്തം ചെയ്തു, ആര് പാടി എന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരാൾക്ക് മറ്റൊരാളുടെ ഭാഷ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ചൈതന്യ മഹാപ്രഭു അപ്പിയറൻസ്. ഒരാൾക്ക് മറ്റൊരാളുടെ ഭാഷ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും എല്ലാ അസന്തുഷ്ടികളും ദുഃഖവും മാഞ്ഞു പോവുകയും ജനങ്ങളെല്ലാം ആഹ്ലാദിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ജഗന്നാഥ മിശ്രയും ആനന്ദവിഹ്വലനായി. ശ്ലോകം 108. ആചാര്യരത്ന ശ്രീവാസ ജഗന്നാഥ മിശ്ര പാശ ആസിതാൻറെ കരെ സാവധാന कराईला जात कर्म ये अछिल विधि धर्म तबे मिश्र करे नाना दाना. വിവർത്തനം: ചന്ദ്രശേഖര ആചാര്യനും ശ്രീവാസ ഠാക്കൂറും ജഗന്നാഥ മിശ്രയുടെ ഭവനത്തിൽ വരികയും പല വിധത്തിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്തു. അവർ ധാർമ്മിക തത്വങ്ങൾ അനുസരിച്ച് ജനന സമയത്ത് നിർവഹിക്കേണ്ട ആചാര ചടങ്ങുകൾ നിർവഹിച്ചു. ജഗന്നാഥ മിശ്രയും നാനാവിധത്തിലുള്ള ദാനങ്ങൾ നൽകി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ലാസ്റ്റ് തോട്ട്സ്? ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയമുണ്ട്. പറയട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. പറയുമത് മനോബലത്താൽ ദാനം നൽകുകയും ചെയ്തു. അതെന്താ പ്രഭു അത്? എനിക്ക് മനസ്സിലായത് ഇതാണ്. അതായത് ഞാനൊന്ന് ചോദിച്ചു പറയാം, നമുക്ക് മനസ്സിൽ തോന്നുന്നത് തന്നെയാണോ ശരി എന്നുള്ളത് അറിയില്ല. മനോബലത്താൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും രണ്ട് ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ അങ്ങനെ വരുന്നുണ്ട്. അതെ, 102-ലും ഉണ്ട്, 103-ലും ഉണ്ട്. ചോദിച്ചു പറയാം. കാര്യം മനോബലത്താൽ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ വസുദേവരുടെ കേസിൽ അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ദാനം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മനസ്സുകൊണ്ട് ദാനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം കംസന്റെ വധമൊക്കെ കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ
മഥുരയിലേക്ക് വന്ന് കംസനെ വധിച്ച ശേഷം അച്ഛനമ്മമാരെ വസുദേവരെയും ദേവകിയെയും മോചിപ്പിച്ച സമയത്ത് വാസ്തവത്തിൽ അന്ന് മനസ്സുകൊണ്ട് ദാനം ചെയ്തത് വാസ്തവത്തിൽ അദ്ദേഹം ബ്രാഹ്മണരെ വിളിച്ച് ബ്രാഹ്മണർ മാത്രമല്ല സമൂഹത്തിലുള്ള ഈ പറയുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും വിളിച്ച് അവർക്ക് യോഗ്യമായ രീതിയിലുള്ള ദാനങ്ങൾ നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം മനോബലത്താൽ എന്ന് പറയുന്നുണ്ട് ഈ കാരാഗ്രഹത്തിനകത്ത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് അറിയില്ല. അത് ഞാനൊന്ന് ചോദിച്ചു പറയാം. ഹരേ കൃഷ്ണ പ്രഭു. ഈ ബ്രാഹ്മണ പത്നിമാരുടെ വേഷത്തിൽ ദേവതമാര് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? മാതാജി കണ്ടായിരുന്നോ ആരെങ്കിലും? അയ്യോ ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. പറയാൻ പറ്റില്ല. ഒരു ക്ലാസ്സില് ഗുരു മഹാരാജ് ഈസ്വള ജയപതാക സ്വാമി മഹാരാജ് ഇതുപോലെ മായപ്പൂർ വെച്ചൊരു ക്ലാസ് എടുക്കുമ്പോൾ ഈ ലീല ഈ ഒരു ഭാഗം നടക്കുകയായിരുന്നു. അപ്പൊ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അതായത് എൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തും ഇരിക്കുന്ന ഭക്തന്മാര് ആരാണെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ ഏത് ലോകത്തിൽ നിന്ന് വന്നു, നിങ്ങൾ ഏത് ലോകത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗുരു മഹാരാജ് അത് ഒരു ലീല പോലെ ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ആരൊക്കെയാണ് എവിടെ നിന്ന് വന്നത് എന്നുള്ളത്. അതുകൊണ്ട് കഴിയുന്നതും ബഹുമാനത്തോടെ അവരുടെ അസോസിയേഷൻ ഉള്ളതിൻ്റെ ഒരു എന്താ പറയുക ഒരു കൃതജ്ഞതയോടെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, ഇവിടെ ജഗന്നാഥ മിശ്ര ഇപ്പൊ മാതാജി ചോദിച്ച ചോദ്യത്തിന് ജഗന്നാഥ മിശ്ര മനോബലത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ഒരുപക്ഷെ ജഗന്നാഥ മിശ്ര ചൈതന്യ മഹാപ്രഭു ജനനം എടുക്കുന്നതിന് മുന്നേ പല ഇതും കണ്ടിരുന്നല്ലോ, നിമിത്തങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ചിലപ്പോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കൊടുക്കാന്ന്. അന്ന് അത്ര സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കില്ല. പിന്നീട് ഇതിൽ പറയുന്നുണ്ടല്ല, തനിക്ക് ലഭിച്ച സമ്മാനങ്ങൾ ആയിട്ട് ലഭിച്ചതും ഭവനത്തിൽ ഉണ്ടായിരുന്നതും കൊടുത്തുന്ന്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ടോന്ന് എനിക്കൊരു സംശയം തോന്നിയതാണ്. കാരണം മനോബലത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുമ്പ് ചിലപ്പോ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെ കൊടുക്കണമെന്ന്, എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? ആയിരിക്കാം. അതാണ് ചോദിക്കേണ്ടത്. എനിക്ക് ചോദിക്കാതെ പറയാനറിയില്ല. ഓക്കെ. ഇപ്പൊ ഇത് വായിക്കുമ്പോ എന്ത് തോന്നുന്നു? ജനറലി ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട്? നല്ല ഫീലിംഗ് ഉണ്ട്, നല്ല ട്യൂൺ. അനുഷ്ഠചന്ദം അതായത് അല്ലല്ല, അത് ഭഗവത്ഗീതയിലാണ് അനുഷ്ഠുപ് അതെ. ചന്ദം. അറിയില്ല. വൃത്തം ഇതൊരു ബംഗാളി ഛന്തമാണ്. ഇത് സ്ഥലങ്ങളിൽ ഓ, കണ്ടിട്ടില്ല. ബാട്ട എന്ന് പറഞ്ഞില്ലേ, അതിന്റെ എന്താ പറഞ്ഞ ബാട്ട? ഈ ഗീതം, നർത്തകം, ബാട്ട ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അത് 106 ഭാവാർത്ഥത്തിലുണ്ട്. അനുഗ്രഹം നൽകുന്നവർ എന്നാണ് ഇരിക്കുന്നത്. അല്ല, വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് കവിതകൾ ചിട്ടപ്പെടുത്തി അത്തരം ചടങ്ങുകളിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവരാണ് ഭാട്ടന്മാർ. ചിലപ്പോ പെട്ടെന്ന് ശ്ലോകമൊക്കെ ഉണ്ടാക്കി അത് അനുഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. നിമിഷ കവി എന്ന് പറഞ്ഞാൽ നിമിഷ കവികള്, പ്രത്യേകിച്ച് അനുഗ്രഹം കൊടുക്കുന്നവർ, ഇങ്ങനെ സ്തുതിപാഠകര്. റൈറ്റ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ ഗോപാൽ ഗൗര പ്രഭു തന്നെ ഏത് ലോകത്തുനിന്ന് വന്നതാണോ എന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ. ഹരേ കൃഷ്ണ പ്രഭു. എന്തായാലും മോളിന്നല്ല താഴെ, അല്ല മോളിന്നല്ല താഴേന്നാണ്. അത്ര അറിയാം. അത്ര അറിയാം, കൂടുതലൊന്നും അറിയില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും എവിടെ നിന്ന് വന്നു എന്നറിയുന്നതല്ലല്ലോ കാര്യം, എവിടേക്ക് പോകണം എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? പ്രഭു എന്തായാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പ്രഭു ഏതെങ്കിലും ലോകത്തുനിന്ന് വന്നതായിരിക്കാം. ഇല്ലെങ്കിൽ ഈ ചൈതന്യ ചേരുന്നവരൊന്നും നമ്മളിലെത്തൂല. പ്രഭു ഗൗരംഗദേശത്ത് വന്ന ഗൗരംഗദേശത്ത് ഒന്നുമല്ല. കൃഷ്ണ. റെക്കോർഡിംഗ് ഒന്ന് ആ പാർട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഹരേ കൃഷ്ണ.